നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ ആക്രമണം കടുപ്പിച്ചതോടെ ഇസ്രായേലിലെ എയ്ലാത്ത് തുറമുഖത്തെ വ്യാപാരത്തിൽ 85% ഇടിവ്. ചാവുകടൽ വഴിയുള്ള കാർ ഇറക്കുമതിയും പൊട്ടാഷ് കയറ്റുമതിയുമാണ് പ്രധാനമായും എയ്ലാത്ത് തുറമുഖം വഴി നടക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിലുള്ള ഇസ്രായേൽ തുറമുഖങ്ങളാണ് ഹൈഫ, അഷ്ദൂദ് എന്നിവയെ അപേക്ഷിച്ച് ചെറിയ തുറമുഖമാണ് എയ്ലാത്ത്. ജോർദാനിലെ ഏക തീരദേശ പ്രവേശന കേന്ദ്രമായ അക്കാബയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന എയ്ലാത്ത് സൂയസ് കനാൽ വഴിയല്ലാതെ കിഴക്കൻ മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ ഇസ്രായേലിന് വഴിയൊരുക്കുന്ന തുറമുഖം കൂടിയാണ്. ഹൂതി ആക്രമണത്തെ തുടർന്ന് കപ്പലുകൾ വഴിതിരിച്ചുവിടാനുള്ള തീരുമാനം തുടക്കത്തിൽ തന്നെ പ്രതികൂലമായി ബാധിച്ച തുറമുഖമാണ് എയ്ലാത്ത്. നിലവിൽ പൊട്ടാഷ് കയറ്റുമതി ചെയ്യുന്ന ഏതാനും ചെറിയ കപ്പലുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അതും അധികകാലം തുടരാനാവുമെന്ന് കരുതുന്നില്ല. താമസിയാതെ ഒരു കപ്പൽ പോലും വരാത്ത തുറമുഖമായി എയ്ലാത്ത് മാറുമെന്നും സിഇഒ ജിദിയോൻ ഗോർബർ പറഞ്ഞു. ചെങ്കടലിലൂടെയുള്ള വഴി ഒഴിവാക്കിയാൽ ആഫ്രിക്കയുടെ തെക്കൻ തീരം വഴി ചുറ്റി സഞ്ചരിച്ചാൽ മാത്രമേ കപ്പലുകൾക്ക് മെഡിറ്ററേനിയനിൽ എത്താൻ കഴിയുകയുള്ളൂ. ഇത് 2-3 ആഴ്ച അധികം സമയമെടുക്കും. അതിന് ഭാരിച്ച ചെലവ് വേണ്ടിവരുമെന്നും ഇസ്രായേൽ അധികൃതർ പറയുന്നു. അതേസമയം യമൻ വിമത വിഭാഗമായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ആഗോള എണ്ണവില വർദ്ധിക്കുവാൻ കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് ലോകം. കഴിഞ്ഞ ദിവസം ബ്രെന്റ് ക്രൂഡ് ബാരലിന് ഏകദേശം $1.40 ഉയർന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒപ്പം ചെങ്കടലിലൂടെയുള്ള എല്ലാ എണ്ണ കയറ്റുമതിയും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി എണ്ണ വ്യവസായ ഭീമന്മാരായ BP തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ എണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കുമെന്ന റഷ്യയുടെ പ്രഖ്യാപനവും ആശങ്കയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. സുപ്രധാനമായ പടിഞ്ഞാറൻ തീരം ഉൾപ്പെടെ യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ഹമാസിനുള്ള ഐക്യദാർഢ്യമെന്ന നിലയ്ക്കായിരുന്നു ഹൂതികളുടെ ഈ നീക്കം. അതിന്റെ ഭാഗമായി ഇസ്രായേൽ തുറമുഖങ്ങളിൽ നിന്ന് പോകുന്നതും വരുന്നതുമായ എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്നും ഹൂതി വിഭാഗം ഇക്കഴിഞ്ഞ ഡിസംബർ 9 ഭീഷണി മുഴക്കിയിരുന്നു. അതിനു പിന്നാലെ ഡിസംബർ 15 ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കാരിയറായ MSC പാലറ്റിയം 3 നേരെയും ഹൂതി വിഭാഗം ആക്രമണം നടത്തി. ഇത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി. ഡിസംബർ 15 ആക്രമണത്തെ തുടർന്ന് ലോകത്തിലെ 3 പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളായ CMA, CGM, ഹാപ്പക് ലോയിഡ്, മെയ്സ്ക് എന്നിവർക്കൊപ്പം ചെങ്കടലിലൂടെയുള്ള പ്രവർത്തനം നിർത്തിവെക്കുന്നതായി MSC അറിയിച്ചിരുന്നു. ഈ 4 കമ്പനികളാണ് ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ 53% കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് എണ്ണ വ്യവസായ ഭീമന്മാരായ BPയും അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. മറ്റ് വൻകിട എണ്ണ കമ്പനികളും ഈ ട്രെൻഡ് പിന്തുടർന്നാൽ എണ്ണവില ഉയരുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അറേബ്യൻ പെൻസുലയിൽ നിന്ന് എറിട്രിയയും ജിബൂട്ടിയെയും വേർതിരിക്കുന്ന ചെങ്കടലിലെ ബാബൽ മണ്ടേബ് കടലിടുക്കിൽ വെച്ചാണ് 13 വാണിജ്യ കപ്പലുകൾ ഇതുവരെ ഹൂതികൾ ആക്രമിച്ചത്. ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം 12% നടക്കുന്നത് ചെങ്കടൽ മേഖലയിലെ സൂയസ് കനാൽ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല നേരിടുന്ന ഏതൊരു ഭീഷണിയും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ചെങ്കടൽ വഴിയുള്ള വ്യാപാരപാത ഉപയോഗിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെയുള്ള ഏക വഴി ആഫ്രിക്ക ചുറ്റി വരിക എന്നത് മാത്രമാണ്. അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ വാണിജ്യ കപ്പലുകൾക്ക് ആയിരക്കണക്കിന് മൈലുകൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടതായി വരും. ഇത് ചരക്ക് വിതരണത്തിൽ കാലതാമസം ഉണ്ടാക്കുകയും ഇന്ധനച്ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. എണ്ണയും ഡീസൽ ഇന്ധനവും പോലെയുള്ള യൂറോപ്പിന്റെ ഊർജ്ജ വിതരണത്തിന്റെ വലിയൊരു ഭാഗം ഈ ജലപാതയിലൂടെയാണ് വരുന്നത്. അതിന് തടസ്സം നേരിടുന്നതോടെ യൂറോപ്പിൽ വിലക്കയറ്റത്തിനും ഊർജ്ജ പ്രതിസന്ധിക്കും വഴിവെച്ചേക്കാം. 2021 കണക്ക് പ്രകാരം സൂയസ് കനാലിലൂടെ ഏകദേശം $200 ബില്യൺ മൂല്യമുള്ള വ്യാപാരമാണ് ഇന്ത്യ നടത്തുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം അത് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കാനാണ് സാധ്യത. യൂറോപ്പിലേക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവയുടെ കയറ്റുമതിയും ഇന്ത്യയിലേക്കുള്ള ക്രൂഡിന്റെ ഇറക്കുമതിയും പ്രധാനമായി ആശ്രയിക്കുന്നത് ഈ പാതയാണ്. കെപ്ലറിന്റെ രേഖകൾ പ്രകാരം നവംബറിൽ ഇന്ത്യയുടെ പ്രതിമാസ റഷ്യൻ എണ്ണ ഉപഭോഗം മുൻ മാസത്തേക്കാൾ 9% ഉയർന്നിട്ടുണ്ട്. ഈ കയറ്റുമതി അത്രയും സൂയസ് കനാൽ വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെങ്കടൽ പാതയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിലെ എണ്ണവിലയെ ബാധിക്കുവാനും സാധ്യതയുണ്ട്. അതേസമയം ചെങ്കടലിന് മുകളിലൂടെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ വിക്ഷേപിച്ച 12 ആക്രമണ ഡ്രോണുകളും 5 മിസൈലുകളും വെടിവെച്ചിട്ടതായി അമേരിക്ക ചൊവ്വാഴ്ച പറഞ്ഞു. പ്രദേശത്ത് കപ്പലുകൾക്ക് കേടുപാടുകളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പ്രധാന ബാബൽ മണ്ടേബ് കടലിടുക്കിലെ ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്ന് കപ്പൽ പാതകളെ സംരക്ഷിക്കുവാനുള്ള US നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമായാണ് ലാബൂൺ തെക്കൻ ചെങ്കടലിലുള്ളത്. ഇസ്രായേലിനെതിരായ ഹൂതികളുടെ ആക്രമണം ഭീകരപ്രവർത്തനമാണെന്ന് IDF വക്താവ് പറഞ്ഞു. 12 വൺ-വേ ആക്രമണ ഡ്രോണുകളും 3 കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളും തകർക്കുവാനുള്ള ശ്രമത്തിൽ ഐസൻഹോവർ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിൽ നിന്നുമുള്ള ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ USS ലാബൂണും F-18 യുദ്ധവിമാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് US സെന്റ്കോം പ്രസ്താവനയിൽ പറഞ്ഞു. തെക്കൻ ചെങ്കടലിൽ 2 ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകളും 10 മണിക്കൂറിനുള്ളിൽ ഹൂതികൾ തൊടുത്തുവിട്ടു.
ഹമാസ് ഭീകരരുമായി ഇസ്രായേൽ പോരാടുന്ന ഗാസ മുനമ്പിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇസ്രായേലിന്റെ തെക്കേ അറ്റത്തുള്ള നഗരമായ എയിലത്ത് നിരവധി ഡ്രോണുകൾ പ്രയോഗിച്ചതായി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ അവകാശപ്പെട്ടു. ചൊവ്വാഴ്ച ചെങ്കടലിലെ ഒരു കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായും ഹൂതികൾ അവകാശപ്പെട്ടു. നന്ദി, നമസ്കാരം.